ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈവ് സ്ട്രീം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. സോ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്നെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നമ്മൾ സ്ട്രീം ആപ്പ് എന്ന് പറയുന്നൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. സോ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പം നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ നമ്മുടെ ലൈവിൻ്റെ വോളിയമോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സ്പീക്കേഴ്സോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കൂടാതെ ആ ലൈവിൻ്റെ അലൈൻമെൻറ്റ്സും നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വീഡിയോസ് അല്ലെങ്കിൽ സ്ട്രീംസ് നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റിലേക്ക് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ ആ 3 ഡോട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻജസ്റ്റസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അതിൽ നമുക്ക് നമ്മുടെ സ്ട്രീമിൻ്റെ പേര് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഓൾറെഡി ആഡ് ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. നമുക്ക് അല്ലെങ്കിൽ സൈഡിലുള്ള ആഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ടൈറ്റിൽ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വരും. നമ്മളതിലേക്ക് നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് ഗെയിം പ്ലേ ലൈവ് എന്ന് പറയാൻ നമുക്കിപ്പോൾ അതിലൊരു പേര് തൽക്കാലത്തേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പേര് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ URL-ഉം സെർവർ കീസും ഒക്കെ നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ സഫാരിയിലോ പോയിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് സെർച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ സഫാരിയിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് സെർച്ച് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിലോ സഫാരിയിലോ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ ആ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ചാനൽ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ ചാനലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിലധികം വ്യൂസൊന്നുമില്ല, നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സൈഡിൽ സ്ട്രീമിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലൈവ് സ്ട്രീമിനുള്ള വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻ്റർഫേസ് വരും. അതിന് തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സെർവർ URL അല്ലെങ്കിൽ നമ്മുടെ സ്ട്രീം കീസൊക്കെ നമുക്കിതിൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് മേലെ സ്ട്രീം സെറ്റപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷന് കാണും. അതിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു സെർവർ URL-ഓ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രീം കീ ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള സ്ട്രീം കീനെയും സെർവർ URL-നെയൊക്കെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ ആ പേര് കൊടുത്ത അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ സെർവർ കീ ആണ് നമ്മൾ പേസ്റ്റ് ചെയ്തത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു സെർവർ URL-ഉം കൂടെ നമ്മൾ കോപ്പി ചെയ്ത് ഇനി ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടുന്ന് കോപ്പി ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ സ്ട്രീം ചാനലിൽ പോയിട്ട് നമ്മളിനി പേസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ അപ്പോൾ അതും നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. സോ അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കൊടുത്ത് ആ ഗെയിം പ്ലേ ലൈവ് എന്നുള്ള പേര് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ബാക്ക് ഇറങ്ങിയിട്ട് താഴെ ആ ഒരു റെക്കോർഡ് ബട്ടൺ ഉണ്ട്, അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. സോ അവിടെ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻസ് വരും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്ട്രീം ജാം എന്ന് പറയുന്ന ആപ്പ് സെലക്ട് ചെയ്യണം. ആ ഒരു ആപ്പ് നമ്മൾ സെലക്ട് ചെയ്യണം. സോ ഇനി അങ്ങോട്ട് സ്ക്രീൻ റെക്കോർഡ് നമുക്ക് ഈ ആപ്പിൽ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ എടുത്താണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു ലൈവിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ആ ഒരു ലൈവ്. നമ്മളിനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ആ ഒരു മുകളിലത്തെ സൈഡിൽ സ്റ്റാർട്ട് ലൈവ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ. സോ ഞാനത് അവിടെ കാണിക്കുന്നില്ല. നമ്മുടെ ലൈവ് എൻഡായതിന് ശേഷം നമ്മളിതാ എൻഡ് സ്ട്രീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അതും നമ്മൾ കൊടുക്കണം. ഇങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ ഈ സ്ട്രീം എൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ അവിടെ നമ്മൾ വേറെ ചെയ്യുന്നത് അതെല്ലാം ഈ സ്ട്രീമിൽ ലൈവായി പൊയ്ക്കൊണ്ടിരിക്കും. സോ ഇപ്പോൾ നമ്മൾ എൻഡ് ടാസ്ക് കൊടുക്കുമ്പോഴേക്ക് നമ്മുടെ ലൈവ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ മേളിലൊരു ബ്രോഡ്കാസ്റ്റ് നമ്മുടെ ഒരു സ്ട്രീം ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. അപ്പം നമ്മുടെ സ്ട്രീം ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ ഈ സ്ട്രീം ഫിനിഷ് ആവുന്ന സമയത്ത് നമ്മൾ എൻഡ് ടാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ബാക്കി ചെയ്യുന്ന ആപ്പ് വേറെ നമ്മൾ ഏതെങ്കിലും ആപ്പിലിപ്പോൾ കയറുകയാണെങ്കിൽ അതെല്ലാം ഇപ്പോൾ സ്ട്രീം ആയിക്കൊണ്ടിരിക്കും. സോ ഇനി നമ്മളൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ട്രീം ജാമ്പ് ആപ്പിൽ ആ റെക്കോർഡിംഗ് ഇപ്പോഴും ഓൺ ആണോ എന്ന് നോക്കാം. സോ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്കപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.